ബാർഗിൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഓണാണ്, ഒരുപാട് ആൾക്കാർക്ക് കാറ് വേണം, മാക്സിമം ഓഫർ വേണം. ഇത്രക്ക് ദിവസം 7 ദിവസം ഞാൻ വീഡിയോ ഇടാത്തത് എന്താ അറിയോ? നിങ്ങളെ വീഡിയോക്ക് വേണ്ടിയിട്ടാണ്. കൊടുക്കൂലേ? ഓഫർ കൊടുക്കൂലേ? ഉറപ്പല്ലേ? ഓക്കെ. ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മളെ റാഫിക്കാൻ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഓഫർ വേണ്ട നിങ്ങൾക്ക് എന്നാ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കും. ഈ വോൾസാന്റെ പോളോ ഡീസൽ 2012 അല്ലേ? 2012 മോളിൽ ഈ ഡീസൽ വണ്ടി തരാൻ പോകുന്നത് 270 മൂപ്പര് പറഞ്ഞു. അതൊന്നും നമ്മൾ കൊടുക്കൂല. ലാസ്റ്റ് 2,55,000. വേണ്ട. ഇനി ചെറുവണ്ടി വേണമെങ്കിൽ സ്വിഫ്റ്റ് ഉണ്ട്, പിന്നെ റെഡിഗോ വരുന്നുണ്ട്, എക്സ്പ്രസോ വരുന്നുണ്ട്, ഒരുപാട് മോഡൽ ഉണ്ട്. റാഫിക, നമ്മ ഈ ഒരു ക്രെറ്റ 7 ലക്ഷം രൂപയ്ക്ക് ലാസ്റ്റ് ഫൈനലി നമ്മൾ വീഡിയോയിൽ പറഞ്ഞ A20 കേട്ടോ. A20 ആണ് പറഞ്ഞത്. നമ്മൾ ലാസ്റ്റ് 2017 മോഡലല്ലേ? 2017 മോഡല് ക്രെറ്റ 7 ലക്ഷം രൂപയ്ക്ക്. അതുപോലെ തന്നെ ബ്രസ നോക്കുന്നുണ്ടെങ്കിൽ ബ്രസ 2 ബ്രസ വരുന്നുണ്ട്, ക്രെറ്റ 2 ക്രെറ്റ വരുന്നുണ്ട്. ഈ ഒരു ബ്രസ 2017 അല്ലേ? ലാസ്റ്റ് ഫൈനൽ എത്ര? 7 രൂപ കൊടുക്കുക. വീഡിയോ നമ്മൾ പറഞ്ഞത് 7,25,000 ആണ്. അപ്പം മാക്സിമം ഓഫർ നമ്മൾ കൊടുക്കും. ഇവിടെയുള്ള മാക്സിമം കാറുകൾ ബഡ്ജറ്റ് കാറുകൾ നല്ല വില കുറവില്ല അല്ലേ? ഈ ഓണം നിങ്ങൾക്ക് അടിച്ച് പൊളിക്കുക. അതേപോലെ തന്നെ ഒരു 10,000 രൂപേൻ്റെ സ്പെഷ്യൽ ഓഫർ വരുന്നുണ്ട്. സ്പെഷ്യൽ ഓഫർ എന്ന് പറഞ്ഞാൽ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ 10,000 രൂപ കൊടുക്കുക അല്ലേ? ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഓണം അടിച്ച് പൊളിക്കാം. അതായത് ഡ്രസ്സ് വാങ്ങാനോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുക. അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെങ്കിൽ ട്രാവൽ കിങ് മുക്താർ എന്നുള്ള ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഒന്ന് കയറി വയ്ക്കാൻ മതി. ഞാൻ പിൻ ചെയ്ത് വെക്കും. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ അവിടെ നമ്മൾ വീഡിയോ തുടങ്ങാമല്ലോ. എന്നാലും കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? മലപ്പുറം പുത്തനത്താണ് 2 എന്ന് പറഞ്ഞ സ്ഥലത്ത്. ട്രാഫിക്കാൻ്റെ സൺ യൂസ്ഡ് കാറാണ്. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും എവിടുന്ന് പറയുന്നത് വണ്ടി പൂർണ്ണമായും ചെക്ക് ചെയ്യുക അല്ലേ? പൂർണ്ണമായും ചെക്ക് ചെയ്ത് സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കുക. കൂടുതൽ ആൾക്കാർ ഈ നമ്പറിൽ വിളിക്കുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോളൂ. ഓക്കെ, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഒക്കെ ബാക്കിയൊക്കെ നിങ്ങളെ ഉത്തരവാദിത്തമാണ്. അപ്പം നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോവാണ്. റാഫിക, നമ്മൾ ഫസ്റ്റ് തന്നെ വോൾസാന്റെ പോളോ എന്നാണ് തുടങ്ങാം. വൈറ്റ് കളർ ഏതാ മോഡൽ വരുന്നത്? 2012 മോഡൽ. 2012 ഓണാണ് വരുന്നത്. സ്പെഷ്യൽ ഓഫർ വേണം. തരൂല ഞങ്ങള്? ഡീസൽ അല്ല വരുന്നത്. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 10 ഓടിക്കണം. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള നല്ല സീറ്റ് കവർ കാര്യങ്ങൾ ഉള്ളിൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ടയറും അത്യാവശ്യം ടയറും ഒക്കെ വരുന്നുണ്ട്. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര വരുന്നത്? ഇതാണെങ്കിൽ 2,55 കൊടുക്കാം. 2,55,000. 2,55,000 2 ലക്ഷം രൂപ അടുത്ത് ലോൺ ചെയ്യാം. ഒരു 55,000 രൂപയുടെ വണ്ടി ഇവിടെ നടക്കാം അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഈ ഒരു സ്വിഫ്റ്റ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? സ്വിഫ്റ്റ് ഡിസയർ ആണ് വരുന്നത്. 2014 മോഡലാണ്. 2014 മോഡൽ. റാഫിക, ബാർഗിൻ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഓണാണ്, ഒരുപാട് ആൾക്കാർക്ക് കാറ് വേണം, മാക്സിമം ഓഫർ വേണം. ഇത്രക്ക് ദിവസം 7 ദിവസം ഞാൻ വീഡിയോ ഇടാത്തത് എന്താ അറിയോ? നിങ്ങളെ വീഡിയോക്ക് വേണ്ടിയിട്ടാണ്. കൊടുക്കൂലേ? ഓഫർ കൊടുക്കൂലേ? ഉറപ്പല്ലേ? ഓക്കെ. 2014 ഡിസൈർ. ഡീസലാണോ പെട്രോളാണോ? ഇത് ഡീസലാണ് വരുന്നത്. ഡീസലാണ് വരുന്നത്. ഓണർഷിപ്പ് കൂടുതലാണ്. 5 ഐക്കണ്. പക്ഷെ വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഓക്കെ. കിലോമീറ്ററോ? കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കണേ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതാണ് നമ്മൾ 3,75 കൊടുക്കാം. 3,75,000 രൂപയ്ക്ക് ഡിസൈർ. എന്തായാലും ഒരു 3 രൂപയുടെ ഉള്ളിൽ കണ്ടിട്ട് ലോൺ ചെയ്യാം. ഓക്കെ. ലാസ്റ്റ് ഫൈനലാണോ? ഫൈനലാണ്. ഈ ക്ലൈമറോ? ഇത് 2017 വണ്ടി. 2017 കിഡ്. ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി. കിലോമീറ്ററോ? കിലോമീറ്റർ 90,000 ഫുൾ കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? നമുക്ക് 3 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. 3 ലക്ഷം രൂപ. 2,85 ഫൈനൽ കൊടുക്കാം. ഓക്കെ. 2,85 ഫൈനൽ. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് ഒരു 2.5 ഉള്ളിൽ ചെയ്യാം. 2.5 ഉള്ളിൽ ചെയ്ത് കൊടുക്കാം. ഈ ഒരു എത്തിയോസോ? 2012 ആണ്. 2012 റീ ആണോ കേരള വണ്ടിയാണോ? റീ ആണ് വരുന്നത്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡിലാണ് എടുക്കുന്നുണ്ട്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കണേ. വണ്ടി നല്ല ക്ലീൻ വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഫുള്ള് ചെയ്ത വണ്ടി ആയതുകൊണ്ട് റേറ്റ് കൂടും. ഇതാണെങ്കിൽ 3,85,000 കൊടുക്കാം. 3,85. 2012 വണ്ടിയാണ്. 2012 പൈസ ചെലവാക്കിയ വണ്ടിയാണ്. ഓക്കെ. എത്ര കയറ്റിയാണ്? എന്തായാലും അവർക്ക് ഒരു 1.5 ലക്ഷം രൂപ മേലെ ചെലവാക്കി. അവർക്കല്ല ചെലവായത്, നിങ്ങൾ ചെലവായില്ലല്ലോ. നിങ്ങൾ കൂട്ടുന്നത് നമുക്ക് വിലക്ക് നമ്മൾ എടുത്തിക്കണം. അതുകൊണ്ടായി പറഞ്ഞത് ചെലവായിക്കുന്നത്. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന എത്തിയോസ് ക്രോസ്. ഇതെങ്ങനെ ഡീറ്റെയിൽസ്? ഇത് 2014 മോഡൽ. 2014 മോഡൽ. വീഡിയാണ്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഫുൾ കമ്പനി സർവീസ് ആണ് വണ്ടി. ഓക്കെ. 1 പുറത്ത് ഓടിക്കും. ഫുൾ കമ്പനി ഷോറൂം സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ആണ് വരുന്നത്? ഇതാണെങ്കിൽ 4,75. 4,75,000. 4,70 ഫൈനലായിട്ട് ചെയ്ത് കൊടുക്കാം. ബെലനോ? മാരുതി ബെലനോ? ഡീസലാണ്. അൽഫയാണ് വരുന്നത്. അൽഫ ഡീസൽ ആണ് വരുന്നത്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കും. ഫുൾ ഷോറൂം സർവീസ് ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് പ്രൈസ് ആണെങ്കിൽ 6,75,000 രൂപ. 6,75. എത്ര ലോൺ കയറും? ലോൺ നമുക്ക് 6 റുപ്യ അടുത്ത് ചെയ്യാം. ഒരു 75,000 വണ്ടി ഇവിടെ നടക്കാം. ഈ ഒരു എക്സ്പ്രസോ? 2019 ആണ്. 2019. അതെ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടി. ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്ററോ?
കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്താണോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? റീപ്ലേസ്മെന്റ് ഉണ്ട്. എന്താണ്? ഡോർ മാറിയിരിക്കണേ. ഡോർ മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഗ്ലാസോ? മെയിൻ ഗ്ലാസ് ഇല്ല. മെയിൻ ഗ്ലാസ് ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് പ്രൈസ് ആണ് നമുക്ക് 380,000. 3,80,000. 375 കൊടുക്കും. 375 360 ലോൺ ചെയ്യുന്നു. ഓക്കെ, ഒരു 10 രൂപ സുഖമായിട്ട് വേണ്ടി നടക്കല്ലേ? നെക്സ്റ്റ് വരുന്ന ഡാർസന്റെ റെഡിഗോ. എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന സ്പോട്ടാ. ഫേവറേറ്റ് വണ്ടിയല്ലേ? ഇതെങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 ആണ്. 2017. ഇതൊക്കെ ഫുൾ ഓണർ എടുക്കാൻ പറ്റിയ വണ്ടി കേട്ടോ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് ഇത് വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഓടിക്കുന്നത് 60,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസും ഡോറും മാറിയിരിക്കും. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതാണെങ്കിൽ നമുക്ക് 2 രൂപ. 2017 2 രൂപയ്ക്ക്. ഈ റെഡിഗോ ഇത് 2018 വണ്ടി. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ? കിലോമീറ്റർ 50,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. പൈസ എന്നാ വരുന്നത്? ഇതാണെങ്കിൽ 235. 235. 2018 മോഡലല്ലേ? ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി. അപ്പൊ ഇതേതാ മോഡൽ? 16 വണ്ടി. 2016. എത്ര വയ്ക്കുന്നത്? ഇത് 190 കൊടുക്കാം. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ? കിലോമീറ്റർ ഓടിക്കുന്നത് 60,000 കിലോമീറ്റർ. 60,000. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, റീപ്ലേസ്മെന്റ്. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് നിസാന്റെ മൈക്രോ വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2012 മോഡലാണ്. 2012. ഓണർഷിപ്പോ? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടി. ഫസ്റ്റ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 130. 130. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് XP ആണ്. ബട്ടർ സ്റ്റാർട്ടിംഗ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. ഇതാണെങ്കിൽ പ്രൈസ് ലാസ്റ്റ് നമുക്ക് 230 കൊടുക്കാം. 230. കുറച്ച് കൊടുക്കും നിങ്ങള്? 2 രൂപ നമുക്ക് നഷ്ടം തടിമ പിടിക്കാതെ 2 രൂപ 25 കൊടുക്കാം. 25 കൊടുക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് എത്തിയോസ്. ഏതാ മോഡൽ വരുന്നത്? 11-12 ആണ് വണ്ടി. 11-12. റിയാണോ? കേരള വണ്ടി. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3ാമത്തെ. കിലോമീറ്ററോ? കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കുക വണ്ടി. റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് ഉണ്ട്. മെയിൻ ഗ്ലാസ് മാത്രം. പ്രൈസ് ആണ് വരുന്നത്? 330 കൊടുക്കാം. 3,30,000. ലോണോ? ലോൺ നമുക്ക് 2 രൂപ. ഓക്കെ. i20യോ? i20 2011 ആണ്. 2011. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 4 ആയിക്കണ്. 4. കിലോമീറ്ററോ? കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കുക. പ്രൈസോ? പ്രൈസ് ആണെങ്കിൽ 190 കൊടുക്കാം. 190 അല്ലേ? 160 ലോൺ ചെയ്യാം. 160. 30,000 വണ്ടി ഇവിടെ നടക്കാം. ഈ ഒരു സ്വിഫ്റ്റ് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? പെട്രോൾ വരുന്നത് VXI ആണ് വണ്ടി. 2014-15 രജിസ്റ്റർ ഉള്ള വണ്ടി. 14-15 പെട്രോൾ VXI ആണ് വരുന്നത്. ഓണർഷിപ്പോ? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണറുള്ള വണ്ടി. കിലോമീറ്റർ? കിലോമീറ്റർ 130 ഓടിക്കും. ഷോറൂം സർവീസ് ഒക്കെ ഉള്ള വണ്ടി. ഓക്കെ. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് 390. 390. എത്ര ലോൺ വരും? ഇതിന്മേൽ 3 രൂപ ലോൺ കിട്ടും. ഓക്കെ. നിസാൻ മൈക്ര ബ്ലാക്ക്. അങ്ങനെ ഡീറ്റെയിൽസ്? 12-13 ആണ്. 12-13. ഓണർഷിപ്പ്? XP ഓണർഷിപ്പ് 3ാമത്തെ ആണ് വണ്ടി. കിലോമീറ്റർ ഓടിക്കണത് 130. 130. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? ഇതാണെങ്കിൽ 260 കൊടുക്കാം. 260 അല്ലേ? എത്ര ലോൺ കയറും? 2 രൂപ അടുത്ത് ഉള്ളിൽ ചെയ്യാൻ നമുക്ക്. ഓക്കെ. ഈ ഒരു ഐറ്റം എങ്ങനെ ഡീറ്റെയിൽസ്? 2012 മോഡലാണ്. 2012. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ ആസ്ട്ര എന്ന ഓപ്ഷൻ. ഓക്കെ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡിലാണ് എടുക്കുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് എന്ന് മാറിയിരുന്നു. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇതാണെങ്കിൽ പ്രൈസ് നമുക്ക് 260. 260 അല്ലേ? ഓക്കെ. ഈ ഒരു റെഡിഗോ അല്ല ഗോ പ്ലസ് 7 സീറ്റർ. ഇത് 2015 ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 70,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇത് 230 കൊടുക്കാം. റീപ്ലേസ്മെന്റ് ഉണ്ടോ? അല്ലേ, ഒന്നുമില്ല അല്ലേ? ഓക്കെ. ഈ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഏതാണ്? ഡാറ്റ്സന്റെ ഗോ ആണ്. ഗോ അങ്ങനെ ഡീറ്റെയിൽസ്? 14 വണ്ടിയാണ്. ഇതാണെങ്കിൽ 190 കൊടുക്കാം. 190. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3ാമത്തെ എടുക്കും. കിലോമീറ്ററോ? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ നെക്സ്റ്റ് വരുന്നത് സ്വിഫ്റ്റ്. ഡീസൽ ആണോ പെട്രോൾ ആണോ? ഇത് ഡീസലാണ്. സെഡിഡേ വണ്ടിയാണ്. ഓക്കെ. ഏതാ മോഡൽ വരുന്നത്? ഇത് 2014-15 രജിസ്റ്റർ ഉള്ള വണ്ടിയാണ്. 14-15. ഓണർഷിപ്പോ? ഓണർഷിപ്പ് സെക്കൻഡിലാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കുന്നുണ്ട്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഉണ്ട്. റീപ്ലേസ്മെന്റ് മെയിൻ ഗ്ലാസ് മാറിയിരിക്കണ്. പിന്നെ വേറെ എന്തെങ്കിലും ചെറിയ ഡാഷ്ബോർഡ് എന്താ കംപ്ലൈന്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കണേ. ഓക്കെ. എയർ ബാഗ് ഇല്ല. അപ്പൊ അതിനനുസരിച്ചുള്ള പ്രൈസിൽ എന്തായാലും മാറ്റം വരും. ഇത് മാക്സിമം ലോണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്ക് 4 രൂപ കൊടുക്കാം. 4 രൂപ. 2014-15. 2014-15 4 ലക്ഷം രൂപയ്ക്ക്. ഓക്കെ. ഇനി നെക്സ്റ്റ് 4 ലക്ഷം രൂപ ലോണിങ് ചെയ്യാം. ഓക്കെ. ഫുൾ ഓണം ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഇതോ? റിക്സ് 2011-12 ആണ് വണ്ടി. ഡീസലോ പെട്രോളോ? ഡീസൽ. ഓണർഷിപ്പോ? ഓണർഷിപ്പ് 3ാമത്തെ കിട്ടുന്നു. കിലോമീറ്ററോ? കിലോമീറ്റർ 1 പുറത്ത് ഓടിക്കുന്ന വണ്ടി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇത് ഡോറുണ്ട്. പ്രൈസ് എങ്ങനെ ലാസ്റ്റ് ഫൈനൽ? ഇത് ഫൈനലാണെങ്കിൽ നമുക്കൊരു 230 കൊടുക്കാം. 230 കൊടുക്കാം. സാലറി ഏതാ മോഡൽ വരുന്നത്? ഇത് 2016 VXI O എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. 2016 VXI O അല്ലേ? ഓണർഷിപ്പോ? സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്റർ ഓടിക്കുന്നത് 1 പുറത്ത് ഓടിക്കുന്നത് ഫുൾ കമ്പനി സർവീസ് ഉള്ള വണ്ടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? ഇത് പ്രൈസ് ആണെങ്കിൽ നമുക്കൊരു 340 കൊടുക്കാം. 340 കൊടുക്കാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വരുന്ന എക്സ്പ്രസോ വരുന്നുണ്ട്. ഇതാണ് ഡീറ്റെയിൽസ്? ഇത് 2021 വണ്ടിയാണ്. 2021. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ആകെ 50,000 കിലോമീറ്റർ ഓടിക്കും. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഈ മെയിൻ ക്ലാസ്സിന് പൊട്ടുണ്ട് വണ്ടി. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്?
ഇതാണെങ്കിൽ നമുക്കൊരു 4 രൂപ കൊടുക്കാം. 4 രൂപ കൊടുക്കുക. ഈ ഒരു വാഗനറോ? വാഗനർ അല്ല, എക്സ്ട്രീം തിങ്ഗ്ര ആ 2013-14 വണ്ടിയാണ്. 13-14. ഓണർഷിപ്പ്? ഓണർഷിപ്പ് മൂന്നാമത്തിലെടുത്ത്. കിലോമീറ്റർ? കിലോമീറ്റർ 90,000. പ്രൈസ് എങ്ങനെ വരുന്നത്? പ്രൈസ് ആണെങ്കിൽ നമുക്ക് 265 കൊടുക്കാം. 265 കൊടുക്കാം. ഓക്കെ. ഈ TUV 300? ഇത് 2015-16 വണ്ടിയാണ്. 2015-16. ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഫസ്റ്റ് ആണ് വണ്ടിയാണ്. കിലോമീറ്ററോ? 50,000 ഓട്ടോമാറ്റിക്കിൽ വരുന്ന വണ്ടി. 50,000 ഓട്ടോമാറ്റിക്. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഇല്ല. ഫുൾ കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇത് പ്രൈസ് ആണെങ്കിൽ നമുക്ക് ഒരു 585 കൊടുക്കാം. 5,85,000. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്ന ഈ ഒരു കറക്റ്റ് ഓട്ടോമാറ്റിക് വരുന്നത്. ഓട്ടോമാറ്റിക് ഏതാ മോഡൽ വരുന്നത്? ഡീസലാണോ പെട്രോൾ ആണോ? ഡീസലാണ്. 2016 മോഡൽ. 2016. ഓണർഷിപ്പോ? ഓണർഷിപ്പ് വരുന്നത് മൂന്നാമത്തിലാണ്. കിലോമീറ്ററോ? സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? കിലോമീറ്റർ 1.30 ഓടിക്കും. ഫുൾ ഷോറൂം സർവീസ് ആകുന്നത്. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് ആണെങ്കിൽ നമുക്ക് 820 കൊടുക്കാം. 820 2016 ഡീസൽ ഓട്ടോമാറ്റിക് കൊടുക്കാം അല്ലേ? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാം. ഓക്കെ. ഈ ഒരു കറക്റ്റ് ഇത് 2017 വണ്ടിയാണ്. 2017. ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസലാണ് വരുന്നത്. ഡീസൽ മാനുവൽ ആണ് വരുന്നത്. ഓണർഷിപ്പ്? ഫസ്റ്റ് ഓണർ വണ്ടി. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഹിസ്റ്ററി ഒന്നിന് പുറത്ത് ഓടിക്കുന്നുണ്ട്. ഹിസ്റ്ററി ചെക്ക് ചെയ്തോട്ടെ. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? പ്രൈസ് ആണ് നമുക്കൊരു 720 കൊടുക്കാം. 720. 2017 720. ഓക്കെ. ഈ ഒരു പ്രസ്? ഇത് 2017 വണ്ടിയാണ്. 2017 ZDI വണ്ടിയാണ്. ഓക്കെ. ഡീസൽ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ് വണ്ടി. കിലോമീറ്റർ? കിലോമീറ്റർ ഒന്നിൻ്റെ അടുത്ത് ഓടിക്കണേ വണ്ടി. പ്രൈസ് ആണ് വരുന്നത്? ഇതാണ് പ്രൈസ് ആണെങ്കിൽ നമുക്ക് 720 ഇതും കൊടുക്കാം. 720. 2017 തന്നെ. ഓക്കെ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഈ നെക്സ്റ്റ് വരുന്ന ബ്രസൻ ആണ് വരുന്നത്. ഇത് ZDI പ്ലസ് ആണ്. 2016. അതെ. ഓക്കെ. 2017 തന്നെ. 16. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ? കിലോമീറ്റർ ഇതും ഒന്നിൻ്റെ പുറത്ത് ഓടിക്കുന്നുണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത. പ്രൈസ് ആണ് വരുന്നത്? ഇത് നമുക്കാണെങ്കിൽ 720 ഇതും കൊടുക്കും. 720 ഇതിനും കൊടുക്കാം. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നത് WRV. അതെ. ഇത് എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 ആണ്. 2017. ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ? കിലോമീറ്റർ ഇതും ഒന്നിന് പുറത്ത് ഓടിക്കണ വണ്ടി. ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ. പ്രൈസ് ആണ് വരുന്നത്? ഇത് പ്രൈസ് നമുക്ക് 725 കൊടുക്കാം. നമുക്ക് എന്താ 20 ഒരു കണക്ക് മൊത്തത്തിൽ 5 ഒഴിവാക്കിയോളൂ. 20 ലാസ്റ്റ്. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നത് ഏതാണ്? എസ്ക്രോസ് 2015 വണ്ടിയാണ്. 2015 മാരുതിന്റെ എസ്ക്രോസ്. അതെ. ഓണർഷിപ്പ് വരുന്നത്? ഓണർഷിപ്പ് ഇത് മൂന്നാമത്തിലാണ് എടുക്കുന്നത്. കിലോമീറ്ററോ? കിലോമീറ്റർ ഒന്നിൻ്റെ അടുത്ത് ഓടിക്കണേ. റീപ്ലേസ്മെന്റ് എന്താ ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അലവിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ. പ്രൈസ് എങ്ങനെ വരുന്നത്? ഇത് പ്രൈസ് നമുക്ക് ഒരു 5 രൂപ കൊടുക്കാം. 5 രൂപ. പെട്രോൾ അല്ല വരുന്നത്? ഡീസലാണ് വരുന്നത്. എർട്ടിക ഏതാ മോഡൽ വരുന്നത്? 12-13 ആണ്. 12-13. ഡീസലാണോ പെട്രോൾ ആണോ? ഡീസൽ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 1,00,000 കിലോമീറ്റർ. 4 ടയറും പുതിയതും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി. ഫുൾ വർക്ക് എടുത്ത വണ്ടി. ഓണർഷിപ്പ് ഏതാ വരുന്നത്? ഓണർഷിപ്പ് ഇത് 3 എടുക്കുന്നു. കിലോമീറ്ററോ? കിലോമീറ്റർ 1,00,000 ഓടിക്കും. 1,00,000. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? ഇല്ല, ഒന്നുമില്ല. പ്രൈസ് ആണ് വരുന്നത്? ആണെങ്കിൽ 4 രൂപ. 4 ലക്ഷം രൂപ. 390 കൊടുക്കും. 390 അല്ലേ? ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്നതും എർട്ടിക തന്നെയാണ് വരുന്നത്. ഏതാ മോഡൽ വരുന്നത്? ഇത് 2012 തന്നെയാണ് വണ്ടി. 2012. ഓണർഷിപ്പ്? ഇത് ഓണർഷിപ്പ് 4-5 അയക്കണം വണ്ടി. 5. കിലോമീറ്ററോ? കിലോമീറ്റർ ഒന്നിന് പുറത്ത് ഓടിക്കണേ. ഡീസലാണോ പെട്രോൾ ആണോ? ഇത് ഡീസലാണ്. ഡീസലാണ് വരുന്നത്. പ്രൈസ് ആണ് വരുന്നത്? ഇത് 385 കൊടുക്കാം. 3,85,000. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കൂലേ? ലോൺ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. ഓക്കെ. ഈ നെക്സ്റ്റ് വരുന്ന ടെസ്റ്റർ വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? ഡസ്റ്റർ അത് 2013 ആണ് വണ്ടി. 2013. ഓണർഷിപ്പ്? ഓണർഷിപ്പ് സെക്കൻഡിലാണ് എടുക്കുന്നത്. ഡീസലല്ലേ വരുന്നത്? ഡീസൽ. കിലോമീറ്റർ? കിലോമീറ്റർ ഒന്നിന് പുറത്ത് ഓടിക്കുന്നുണ്ട്. റീപ്ലേസ്മെന്റ് എന്താണോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? ഇതാണെങ്കിൽ നമുക്ക് ഒരു 365 കൊടുക്കാം. 365. ഈ ഡസ്റ്ററോ? ഇത് 2014 വണ്ടിയാണ്. 2014. ഓണർഷിപ്പ്? ഇത് ഫസ്റ്റ് ഓണർഷിപ്പാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ ഒന്നിന് പുറത്ത് ഓടിക്കണേ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല. പ്രൈസ് ആണ് വരുന്നത്? ഇതാണെങ്കിൽ ഫൈനൽ നമുക്കൊരു 385 കൊടുക്കാം. 3,85,000. ഓക്കെ. ഈ ഒരു നിസാന്റെ ടെറാനല്ലേ? ടെറാനാണ്. ഓക്കെ. ഇതേതാ മോഡൽ വരുന്നത്? ഇത് 15 വണ്ടി. 2015. ഓണർഷിപ്പ്? ഓണർഷിപ്പ് 3 ആണ്. കിലോമീറ്റർ ഓടിക്കണം ഒന്നിന് പുറത്ത് ഓടിക്കണേ. വൃത്തിയുള്ള വണ്ടിയാണ്. റീപ്ലേസ്മെന്റ് എന്തുണ്ടോ? ഇല്ല, ആക്സിഡന്റ് കാര്യങ്ങൾ ഒന്നുമില്ല. പ്രൈസ് ആണ് ഓപ്ഷനിൽ വരുന്ന വണ്ടി. പ്രൈസ് ആണ് വരുന്നത്? ഇതാണെങ്കിൽ നമുക്കൊരു 5-10 കൊടുക്കുന്നത്. 5-10 കൊടുക്കുക അല്ലേ? ഓക്കെ. ഈ ഒരു പ്രൈസ് കൊടുക്കാനുള്ളതാണോ? ഇത് നമ്മൾ തന്നെ ഇതല്ല, കസ്റ്റമർതാണ്. നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10-40 വണ്ടി കാണിച്ചിട്ടുണ്ട്. ഇനി കഴിഞ്ഞിട്ടില്ല. ഒരുപാട് വണ്ടി, ചെറുവണ്ടികൾ ഒരു വമ്പ കളക്ഷൻ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ സെക്കൻഡ് പാർട്ടിൽ കാണിക്കല്ലേ? മാക്സിമം നമ്മൾ ഓഫർ കൊടുക്കും. നമ്മുടെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത്? കറക്റ്റ് വരുന്നത് മലപ്പുറം പുത്തനത്താണി രണ്ടാല് നമ്മളെ സൺ യൂസർകാരെന്നാണ് ഞാൻ പറയല്. സൺ ഓട്ടോ കൺസൾട്ടിങ് ഞാൻ പറയില്ല. സൺ യൂസർകാരിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ റാഫിക്കാൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളി. ഓണത്തിൻ്റെ സ്പെഷ്യൽ ഓഫറാണ്. ആരും മിസ്സാക്കാൻ നിൽക്കണ്ട.